നമുക്കത് നിങ്ങൾ ആലോചിക്കണം, നമുക്കിതിനകത്ത് എന്തുകൊണ്ട് അത്ര ദേഷ്യം വരുന്നറിയാവോ? ബൈപ്പോളാർ ഡിസീസിനുള്ള ഒരു മെഡിസിൻ ഒരു രീതിയിലും പോലും ജീവിതത്തിൽ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കാത്ത ഒരുത്തനെടുത്ത് കൊടുക്കുക. സിബിന്റെ കയ്യിൽ അവന്റെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടിയാൽ അവൻ അതിന്റെ പ്രൂഫ് അടക്കം പുറത്തു വിടും. അവന്റെ കയ്യിൽ ആ മെഡിസിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്ക് വെറുതെ വിളിച്ചു പറയാൻ എനിക്ക് നട്ടപ്രാന്തൊന്നുമില്ല. സിബിൻ പറയുകയും ചെയ്തു, സിബിൻ അത് പുറത്ത് വിടുകയും ചെയ്യും. അത് പറഞ്ഞപ്പോൾ അത് അവൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് പോട്ടെ, ഞാനത് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു വിഷമം എന്ന് പറയുന്നത്, ഇമാതിരി തെമ്മാടിത്തരങ്ങൾ ഇന്നലകളിൽ പലരോടും കാണിച്ചു വെക്കുകയും അതിൽ പല ആൾക്കാർ നിശബ്ദരാകുകയും പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ബിഗ് ബോസിൽ എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്നറിയോ? അഖിലേട്ടൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ കണക്ക് സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരാണോ? ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഇവന്മാരല്ല. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്മാരാണെന്ന് ഇവന്മാർ വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും തലപ്പത്തിരിക്കുന്നവരല്ലേ? അനന്ത തലപ്പത്തിരിക്കുന്നവരെ തലപ്പത്തിരിക്കുന്നവരെന്നല്ല പറഞ്ഞത്. തലപ്പത്തിരിക്കുന്നവരുടെ തലയും കറുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ താഴെ പോയി കിടക്കത്തുള്ളൂ. ഇവൻ ആരായാലും നമുക്ക് എന്തുവാ? ഈ രണ്ടുപേരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത്, ഇന്ത്യൻ പ്രസിഡന്റിനെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത്, സുപ്രീം കോടതി ജീവിത തെമ്മാടിത്തരം കാണിച്ചാൽ ശിക്ഷിക്കാം. പിന്നെ ഏതവൻ തലപ്പത്തിരിക്കാന്ന് വെച്ചാൽ എന്താ? അല്ല, അതൊക്കെ അഖിൽ ബാലു പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. രണ്ടുപേരുടെ പേര് പറയുന്നില്ല. അത് പറയാത്തത് ആ ഇരകൾ എന്നോട് പറയുകയാണ്, ചേട്ടാ എനിക്കിത് കേസ് കൊടുക്കാൻ താല്പര്യമുണ്ട്, ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്താൻ പോവുകയാണ്, ചേട്ടൻ സപ്പോർട്ട് ചെയ്യുമോ? 100% സപ്പോർട്ട് ചെയ്യും. എന്നോടാ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ചെബുക്കലടിച്ചാൻ പറഞ്ഞു. ഇത്രയ്ക്കും വീഡിയോ ഒക്കെ വന്നിട്ട് ആ ഇരകള് അഖിലിനെ വിളിച്ചില്ലേ ഇതുവരെ? എന്നോട് ഞാൻ പറഞ്ഞില്ല, ഇത് ആ ഇരകൾ വിളിച്ചില്ലേ ഇതുവരെ? അവരെ വിളിച്ചിട്ട് പറയുന്നത്, ചേട്ടാ ഇത് വഷളാക്കണ്ട. കാരണം ഇതിനകത്ത് വേറൊരു രസം ഞാൻ പറയാം. ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ഇവരെ ആരെയൊക്കെയാണ് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം. അതുകൊണ്ട് വിളിച്ച് മാക്സിമം സെറ്റിൽമെന്റ് കഴിഞ്ഞ രാത്രി തൊട്ട് നടത്തി കഴിഞ്ഞു. എൻ്റെ പൊന്നു പെങ്ങളെ, എൻ്റെ പൊന്നുമോളെ, നീ പറയല്ലേ എന്ന് പറഞ്ഞ കരച്ചിലും പിഴിച്ചിലും അടക്കം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, ചാനലിലുള്ള കംപ്ലീറ്റ് ഷോയും എടുത്തു തരാം, ആ കാലനാ നിന്നെ പീഡിപ്പിച്ചെന്ന് പറയാമെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്നല്ല പറഞ്ഞു. പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അല്ല, വേണമെങ്കിൽ അങ്ങനെ പറയും. പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു മേ ബി ഒരു പക്ഷേ പറഞ്ഞേക്കാം, അങ്ങനെ പറഞ്ഞേക്കാം, പലരോടും വിളിച്ച് പറഞ്ഞേക്കാം. അപ്പോൾ ഇത് അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. കാരണം അതല്ല, നാളെയും ഈ ഷോ ഉണ്ടാവണം. അടുത്ത വർഷം ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവണം. അല്ല സീസൺ 6 പൂട്ടിക്കെട്ടണം. സീസൺ 6 ഇങ്ങനെ ആയി പോയെന്ന് കരുതിയിട്ട് ഇപ്പം ഒരു മലയാള സിനിമ നശിച്ചു പോയി. ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അഖിൽ അവരെ വിൻ ചെയ്ത് വന്ന ഒരാൾ വെളിപ്പെടുത്തണം അവിടെയുള്ള പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൺകുട്ടി പോയാൽ ധൈര്യം കാണിക്കുക? ഷോ പോലും ഇല്ലാതാക്കുന്നതിലേക്കല്ല അഖിൽ പ്രതികരിക്കുന്നത്. അതെങ്ങനെ മറ്റേ എനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതി ഉണ്ടോ? അല്ല, അതല്ല, രണ്ടുപേരില്ലെങ്കിൽ ഷോ ഇല്ല. നമുക്കൊരു പറയുന്നുള്ള അടിസ്ഥാനമുണ്ട്. അഖിൽ ഇപ്പൊ പറഞ്ഞില്ലേ അടുത്ത സീസൺ 7 വേണം. അതെ, എങ്ങനെയാണ് ഒരു പേരൻസ് ഒരു കുട്ടിയെ വിടുന്നത്? അതിനായിട്ട് പോകാൻ പറ്റും. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടിയുടെ സിനിമയിൽ അഭിനയിക്കായിരിക്കും. ഇന്നും തള്ളല്ലേ? അതുപോലെയാണോ ഇത്? പടം പോലും അനൗൺസ് ചെയ്യാതെ എനിക്ക് അതുപോലെയാണോ പുറത്ത് അവിടെ ഷൂട്ട് ചെയ്യുന്ന പല കണ്ടന്റും പുറത്ത് വരുന്നില്ല? എഡിറ്റ് ചെയ്ത കണ്ടന്റുകൾ ഫുൾ കണ്ടന്റ് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഫുൾ കണ്ടന്റ് വരുന്നുണ്ടോ? ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ എഡിറ്റഡ് എന്ന് പറയുന്നത് എപ്പിസോഡ് മാത്രമാണ്. ഈ 24 വരുന്ന സാധനം എഡിറ്റഡ് ഒന്നും അല്ല. അതെന്ന് പറയുന്നത് ഇപ്പൊ 24 മണിക്കൂർ അവിടെ നടക്കുന്ന ക്യാമറയുടെ സ്ട്രീമിംഗ് മാറ്റാം, സ്ട്രീമിംഗ് പോയിന്റുകൾ മാറ്റാം. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയമെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ആംഗിളിലായിരിക്കും കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് അപ്പുറത്ത് നടക്കുന്ന മറ്റൊരു കാര്യം അവർക്ക് കാണിക്കാതിരിക്കാം. അതെന്തുകൊണ്ടാണ്? നല്ല കണ്ടന്റ് അല്ലാത്തതുകൊണ്ടാണ്. അവർ ഇത്രയും കാശ് മുടക്കി അവിടെ ഷോയും നടത്തിയിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് പറയുന്നേക്കാം, ഞങ്ങൾ അകത്ത് പോയിട്ട് ഭയങ്കര കണ്ടന്റ് ഉണ്ടാക്കി, പക്ഷേ ഇത് പുറത്ത് നിന്നും കണ്ടിട്ടില്ലെന്നാ. അതിൻ്റെ അർത്ഥം നല്ല കണ്ടന്റ് അല്ലെന്നാണ്. നല്ല കട്ട് ചെയ്യുന്നില്ല, ഒരു ക്യാമറയുടെ ആംഗിൾ മാറ്റും. അവർക്ക് വേണ്ടത് എന്താ? അവർക്ക് ഇപ്പം കഴിഞ്ഞ സീസണിൽ എന്നെ 10 പേര് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടാ? നമ്മൾ നിൽക്കുന്നിടത്ത് കൂടുതൽ കണ്ടന്റ് ഉണ്ടാകുന്നു, ആൾക്കാർ അത് ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നു. അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ രജത് കുമാറും റോബിനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അവരുടെ അടുത്തേക്കായിരിക്കും കൂടുതൽ ക്യാമറ ആൾ ഫോക്കസ് ചെയ്യുന്നത്. ചാനലിൽ ഈ ഷോ നടത്തുന്നത് അല്ലെങ്കിൽ എൻ്റെ മോൾ ഷോ എന്ന് പറഞ്ഞ കമ്പനി ഷോ നടത്തുന്നത് ഏറ്റവും നല്ല നിമിഷങ്ങൾ ആൾക്കാരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സീസണിൽ പറ്റിപ്പോയ പ്രശ്നം എന്താ? ഈ സീസണിൽ തുടക്കം മുതൽ 2 പേരെ ഫോക്കസ് ചെയ്തിട്ട് ഈ ബാക്കി 17 പേരും ഗെയിം കളിക്കാൻ മറന്നുപോയി. ഒരൊറ്റ മനുഷ്യർക്ക് ഒരു കണ്ടന്റ് ഇല്ല. 50 ദിവസമായി ഞാൻ തന്നെ പലയിടത്തും ചോദിക്കട്ടെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു പുല്ല് എനിക്ക് നയിച്ചു ഒന്ന് കാണാനാ, ഒന്ന് സന്തോഷിക്കട്ടെ, ഇതിനകത്ത് കൊള്ളാം, ഈ പരിപാടി കൊള്ളാം. ഒരൊറ്റ വീറും വൃത്തിയുള്ള കണ്ടന്റ് ഇല്ല. സീസൺ 5 നിങ്ങളൊന്ന് എടുത്തിട്ട് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇന്നും എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാവരുടെയും എടുക്കാണ്, എൻ്റെ മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും എടുക്കാണ്. അപ്പോൾ അതല്ലേ നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളൊരു ഷോ നടത്തുമ്പോൾ പ്രേക്ഷകരെന്ന് പറയുന്ന ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പരിപാടി നമ്മൾ കാണിക്കരുത്, പിന്നെ വിഡ്ഢികളോട് ആക്കരുത്. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പ്രേക്ഷകരുടെ വിധി പ്രകാരം ഏത് പ്രേക്ഷകരുടെ വിധി? അതായത് ലാലേട്ടൻ പറയുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ വോട്ടിങ്ങിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വോട്ടിങ് പ്രേക്ഷകരുടെ വിധിയാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ വിന്നറായത്. അല്ലെങ്കിൽ ഞാൻ വിന്നറാവും, ഞാൻ ഒരിക്കലും വിന്നറാവത്തില്ല. സാബു വിന്നറാവും, ഒരിക്കലും വിന്നറാവത്തില്ല. പ്രേക്ഷകരുടെ വിധി ആയതുകൊണ്ട് എഴുതി കൊടുക്കുന്നതല്ലേ വായിക്കുന്നുള്ളൂ. അതെ, അവിടാണ് പ്രശ്നം.
ഇപ്പം കഴിഞ്ഞ സീസണിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പുറത്തിരുന്ന് പറയുന്നുണ്ട്, എന്തുവാ എന്നെ കൊല്ലത്തേക്ക് പാക്ക് ചെയ്തേക്കണം എന്ന് പറയുന്നൊരു സംഭവം വരുന്നു. ഇത് പുറത്ത് വലിയ രീതിയിൽ വിവാദമാകുന്നു. അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? അതിൻ്റെ ക്ലാരിറ്റി വേണം. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന് സ്ക്രിപ്റ്റ് ഷോ ഡയറക്ടർ കൊടുക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് ഇവരാണ്, ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇതുപോലെ പല കാര്യങ്ങളിലും, അതായത് ലാലേട്ടൻ എന്ത് ചോദിക്കണം എന്ത് ചോദിക്കണ്ട എന്നുള്ളത് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ആക്കി മാറ്റാൻ ഇവർക്ക് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു? എപ്പിസോഡിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല. ലൈവ് എല്ലാവരും കാണുന്നില്ലല്ലോ. ലൈവ് ഈ സീസണിൽ ഇവർ പറയുന്നത് എന്തോ ഭീകര വ്യൂവർഷിപ്പാണ്, OTT-യിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂവർഷിപ്പാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ വെറുതെ ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ അടിച്ച് നോക്കുമ്പോൾ 10,000-12,000 പേര് അറ്റ് എ ടൈമിൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടപ്പോൾ 12,000 പേര് ഇൻസ്റ്റാഗ്രാമിൽ അറ്റ് എ ടൈമിൽ എനിക്ക് ലൈവിലുണ്ട്. പിന്നെ ഈ 12,000 പേര് കാണുന്നതാണോ ലോകത്തെങ്ങും ഇല്ലാത്ത വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്? അത് കുറേ യൂട്യൂബർമാർ അവർ ഇങ്ങനെ കുത്തിയിരിക്കുകയല്ലേ, അവർക്ക് വീഡിയോ ഇടണ്ടേ, അവർക്ക് കാശുണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ, അവരങ്ങനെ കുറേ ആൾക്കാരൊന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ കിടക്കുന്ന 3.5 കോടി ജനതയ്ക്കെങ്ങാനും ഈ 10,000 പേര് എവിടെങ്ങാനും കിടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ഈ പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയം എപ്പിസോഡ് അങ്ങനല്ല. എപ്പിസോഡ് കാണാൻ വലിയ, അതുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നതിനകത്ത് ഭയങ്കര ഗൗരവമുള്ളത്. ഒരു മത്സരാർത്ഥിയെ കുറിച്ചിട്ട് വലിയ കേരളത്തിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കുടുംബ പ്രേക്ഷകർക്ക് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് അവർ ആ മത്സരാർത്ഥിയെ ചിലപ്പം വിലയിരുത്തുന്നത്. ഇപ്പം ഈ സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവിടെ പോയത്. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ല, ഉപയോഗിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, ചിലർ വഴങ്ങി കൊടുത്തിട്ടുണ്ട്, ചിലർ അതിൻ്റെ പേരിൽ പോകാതിരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ചിലരോടും ഈ പല ആളുകളും എന്ന് പറയുമ്പോൾ ഈ പല ആളുകളും അഖിലിനെ വിളിച്ചിരുന്നു. എല്ലാവരും വിളിച്ചിട്ടില്ല. അവർക്ക് മറ്റുള്ള വിക്ടിംസിന്റെ അനുഭവം അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ സീസണിലുള്ളവർ മാത്രമാണ് അഖിലിനെ വിളിച്ചിട്ടുള്ളത്. അല്ല, ഏതെല്ലാം സീസണിൽ 1 മുതൽ 5 വരെയുള്ള സീസണുകളിലെ പല മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇത് അഭിപ്രായം എന്നിലേക്ക് വരുന്നത് മറ്റു പലരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതായത് അവർ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വോയിസ് റെക്കോർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട് സീസൺ 5-ൽ. ഞാൻ തുറന്നു പറഞ്ഞാൽ സീസൺ 5-ൽ ഒരാളെടുത്ത് പോലും ഇത്തരം ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അതായത് സീസൺ 5-ൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5-ൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സീസൺ 5-ൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല. സീസൺ 5-ൽ പക്ഷേ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസയുടെ ഒരു ഡീലിങ്, അതായത് ഇത്ര പൈസ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിങ് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് അതേ മത്സരാർത്ഥിയോട്, കാരണം അത് ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ അപ്പം അത് അവർക്ക് പുറത്തുവിടാം. ബാങ്ക് സ്റ്റേറ്റ് എനിക്കത് ഞാൻ അത് വേണമെങ്കിൽ അവരൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയേക്കുന്ന പൈസ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് വേണം. കാര്യം ഇന്ന് ബാങ്ക് വഴി വരുന്ന പൈസകളാണ്, ഇവന്മാരാർക്കും കൊടുത്തിട്ടില്ല. എനിക്ക് സന്തോഷം കേട്ടോ, അതെൻ്റെ ഒരു സംശയമാണ്. ഞാൻ ആ സംശയം എന്തുകൊണ്ട് എനിക്ക് ബലപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് കയറി പോകുമ്പം ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, റൈറ്ററാണ്, ഒരുപാട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ പലവിധ വിവാദ വിഷയങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒരാളായ എനിക്ക് ഇടുന്ന ഒരു വിലയുണ്ടല്ലോ, ആ വിലയിൽ നിന്ന് മൂന്നരട്ടി ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രൊഫൈലിനകത്ത് നിന്ന് ഒരുപാട് താഴ്ന്ന് അവർക്ക് ചിലപ്പോൾ അവരെ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എടുത്താൽ എന്നെക്കാട്ടി വലിയ കക്ഷികളായിരിക്കും, നമുക്കതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണല്ലോ ബിഗ് ബോസ് പോലത്തെ ഷോ പെട്ടെന്ന് നോക്കി കാണുന്നത്, അതുവഴിയാണല്ലോ ഒരാൾക്ക് പൈസ ഇടുന്നതും. അങ്ങനെ നോക്കി കാണുമ്പോൾ അത്ര വലിയ പ്രൊഫൈൽ ഇല്ല എന്ന് തോന്നുന്ന ഒരാൾക്ക് എന്നേക്കാൾ 3 ഇരട്ടി ശമ്പളം കൊടുക്കാനുണ്ടായിട്ടുള്ള ചേതോ വികാരം എന്താണെന്നുള്ള എൻ്റെ സംശയം. എനിക്കത് കൃത്യമായിട്ട് ശമ്പളം അത്രയും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അത് സീസൺ 5-ൽ മറ്റ് വിഷയങ്ങളൊന്നും തന്നെ സീസൺ 5-മായി ബന്ധപ്പെട്ട് ഒരാളും അങ്ങനെ എൻ്റെ അടുത്ത് പറയും, അഖിലേട്ടാ എൻ്റെ അടുത്ത് ഇങ്ങനെ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ലൈറ്റ് അപ്രോച്ചൊക്കെ, അതായത് ഒന്ന് എറിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു.